ഡ്രീം ഫാമിലി വ്ളോഗേഴ്സിൽ ഇന്ന് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, നമ്മുടെ പൗർണമിക്കാവിൽ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കാവടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഫസ്റ്റ് പാർട്ടായിട്ട് ഇത് കാണുന്നത് കേട്ടോ. ഉച്ച ഒരു 2-2:30 ആവും. ഈ ടൈമില് അവിടെ ദേവിയുടെ നടയിൽ നിന്നും പൗർണമിക്കാവിൽ അമ്മയുടെ നടയിൽ നിന്നും അവര് കാവടിക്ക് നിൽക്കുന്ന വ്രതത്തിന് നിൽക്കുന്നവരെല്ലാം കൂടി ചേർന്ന് മറ്റൊരു അമ്പലത്തിൽ പോയിട്ടാണ് കാവടി, അതായത് ശൂലം ഒക്കെ കുത്തുന്നവരെ ഉണ്ടല്ലോ, അതായത് ഒരുങ്ങി വരിക എന്ന് പറയും. ശൂലം കുത്തുന്ന കാവടികളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാൽക്കാവടി, ഭസ്മക്കാവടി, ഭസ്മം നിറയ്ക്കുന്നത്, അതെല്ലാം മറ്റൊരു അമ്പലത്തിൽ ചെന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. ആ അമ്പലത്തിന്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം. നെല്ലിവിള ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ അടുത്താണ്. അവിടെ വന്ന് നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പൗർണമിക്കാവിന്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രത്തിനകത്ത് വന്നു നിന്ന് ഇവിടെ നിന്നുമാണ് അവരെല്ലാവരും ഒരുങ്ങി കാവടിയായിട്ട് ഘോഷയാത്രയായിട്ട് ദേവിയുടെ നടയിലേക്ക് പോവുക. കാവടി ഒരുങ്ങാനായിട്ടുള്ള പൂജാകർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങുവാണ് ഇവിടെ വെച്ചിട്ട്. ഇതെല്ലാവരും വ്രതം നിൽക്കുന്നവരാണ്. കാവടിക്കായിട്ട് അഗ്നിക്കാവടിയുണ്ട്, പാൽക്കാവടിയുണ്ട്, അങ്ങനെ വേൽക്കാവടിയുണ്ട്. ഇവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഘോഷയാത്രയ്ക്ക് നിൽക്കുന്നവരെല്ലാവരും പിന്നെ ഇനി അങ്ങോട്ട് ഓരോരുത്തരായിട്ട് കാവടിക്ക് നിൽക്കുന്നവരെല്ലാവരും ഗുരുവിനെ നമസ്കരിക്കുവാണ്. ഗുരുവിനെ നമസ്കരിച്ചിട്ട് അവര് കാവടിക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഭസ്മം നിറയ്ക്കലാണ്. സ്വാമിയുടെ അനുഗ്രഹം വരുന്നതാണ്. കാവടിക്ക് നിൽക്കുന്നവര് ഭസ്മം നിറയ്ക്കാൻ പോകുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഭസ്മക്കാവടിക്കുള്ള ആൾക്കാര്. ഭസ്മം നിറയ്ക്കുവാണ്. അങ്ങനെ കവർ ചെയ്യും. ഓരോരുത്തരുടെ കാവടി അനുസരിച്ച് ഓരോരുത്തർ ഇനി ചെയ്യുന്ന കർമ്മങ്ങളും അവർ ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഇത് വരുന്നത്, അതായത് ശൂലം കുത്തുന്നത് അവസാനമായിരിക്കും. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നതായിരിക്കും. തുടങ്ങുക മൊത്തം ടോട്ടലി. ഈ അഗ്നിക്കാവടിക്ക് നിൽക്കുന്നവര് കണ്ടോ, അവര് കയ്യിൽ ഇത് കെട്ടിയിട്ടുള്ളവരൊക്കെ അഗ്നിക്കാവടിക്കുള്ളവരാണ്. ഇവിടുത്തെ ഈ ഇതെല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഈ കിട്ടുന്നതനുസരിച്ച് ഓരോരുത്തരും എടുക്കേണ്ട കാവടികളുണ്ടല്ലോ തോളിൽ. ഇപ്പൊ നമുക്ക് കാണാം അവിടെ വരിയായിട്ട് കൊണ്ടുവന്ന് കാവടിയിലെ കണ്ടോ ഇത് നിറച്ചിരിക്കുന്നത്. ഇതിന്റെ സൈഡില് അവരവരുടെ കാവടി അവരവർ നിറച്ചത് അതിലേക്ക് കെട്ടി വെക്കുന്നതായിരിക്കും ഭസ്മവും ഇതുമെല്ലാം. ഇതാണ് ഇവിടെ ഈ നിൽക്കുന്ന ഇവരൊക്കെ ദേവിയുടെ നടയിൽ അനുഗ്രഹിക്കുന്നവരാണ്. ഇതിനു മുന്നേ എന്റെ വീഡിയോ കണ്ടവർക്കറിയാം, തമ്പുരാനെയും മാടൻ തമ്പുരാനെയൊക്കെ അനുഗ്രഹിക്കുന്നവരാണ്. ഇതാണ് സ്വാമിയാണ്. ഇവരൊക്കെ അവിടെ ദേവിയുടെ നടയിൽ ഓൾറെഡി അനുഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ഘോഷയാത്രയ്ക്കുള്ള ടൈമിന് വേണ്ടിയിട്ട് ഉള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അറിയാലോ, മുഹൂർത്തം അനുസരിച്ചായിരിക്കും ഓരോ കർമ്മങ്ങളും ചെയ്തു പോവുക. ഇവിടെ ഇതെല്ലാം ഭസ്മക്കാവടിയൊക്കെ കഴിഞ്ഞു തുടങ്ങുവാണ്. വിചാരിക്കും ചെണ്ടമേളത്തിന് എന്ത് പറ്റിയെന്ന്. ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയതാണ്. അങ്ങനെയാണ് ആ സൗണ്ട് അങ്ങനെ ആയിപ്പോയത്. കാവടി ഇനി വേല് കുത്തുന്ന സമയമായി. അപ്പോൾ വേല് കുത്താൻ പോവാണ്. ദേവീയ ക്ഷേത്രത്തിനകത്തു നിന്നും നടയിൽ പുറത്ത് നട കവാടത്ത് വെച്ചിട്ടാണ് ഇവിടെ ഗുരു വന്നിട്ടാണ് ശൂലം കവിള് കുത്തുക. കാണാം.
അവസാന കാവടിയും കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് പൗർണമിക്കാവിലെ അമ്പലത്തിലേക്ക് ഉള്ള യാത്രയാണ്, അതായത് ഘോഷയാത്ര പോവുകയാണ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡി ഫാമിലി വ്ളോഗ്.